ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ പിതാവിൻ്റെ ദിവ്യമായ സ്നേഹം മക്കളായി നമുക്ക് എപ്പോഴും അനുഭവിക്കുവാൻ വേണ്ടി, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി, പുത്രൻ്റെ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവതിയാകുവാനും, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം, നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, മാധ്യസ്ഥവും നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളുടെ മേലെയും ദൈവിക ഇടപെടലുണ്ടാകുവാൻ വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളും അവരായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളാണ് ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മളെടുക്കുന്നത്, ധ്യാന വിഷയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ആരംഭമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം എന്ന് പൊതുവെ ഗണിക്കപ്പെടുന്നു. ഈശോ വിടവാങ്ങുമ്പോൾ, തൻ്റെ പീഡാസഹന മരണ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് സങ്കടം ഉണ്ടാകുമെന്ന് ഈശോയ്ക്കറിയാം. അവരസ്വസ്ഥപ്പെടുമെന്നും ഈശോയ്ക്കറിയാം. കാരണം ആ ശിഷ്യന്മാരുടെ അവസ്ഥകളും സാഹചര്യങ്ങളും ഈശോയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴവും അവിടത്തേക്ക് കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെ താൻ മടങ്ങിപ്പോകുമ്പോൾ, താൻ വിട പറയുമ്പോൾ സ്വാഭാവികമായിട്ടുമുണ്ടാകുന്ന അസ്വസ്ഥതയെക്കുറിച്ച് ഈശോയ്ക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ അത് ഈശോ അറിയുന്നുണ്ട് എന്നും അത് തക്കതായ പരിഹാരം ഈശോയുടെ കയ്യിലുണ്ട് എന്നും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയം അസ്വസ്ഥമാകേണ്ട. 2 കാര്യമാണ് ചെയ്യേണ്ടത്. 1, ദൈവത്തിൽ വിശ്വസിക്കുക. 2, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളെ, ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭാരപ്പെടുന്ന അവസ്ഥകളെ മറികടക്കാൻ സാധിക്കുമെന്ന് ഈശോ പറയുന്നു. വേറെ ഒരു ഉപാധിയും വേറെ ഒരു മാർഗവും ഈശോ നിർദ്ദേശിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കണം, ഈശോയിലും വിശ്വസിക്കണം. ഒരുപക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ
അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും പലപ്പോഴും അസ്വസ്ഥതപ്പെട്ട് കഴിയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് പര്യാലോചിക്കേണ്ടതാണ്. ദൈവത്തിൽ എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, ഈശോയിൽ എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്. മിക്കവാറും ഈ വിശ്വാസക്കുറവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ അസ്വസ്ഥതകൾക്ക് കാരണമായി തീരുന്നത്. അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല, അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിയുമ്പോൾ അതിനുള്ള മറികടക്കാനുള്ള മാർഗം, അതിനെ പരിഹരിക്കാനുള്ള മാർഗം ദൈവത്തിലുള്ള വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത്? ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കുഴപ്പവുമില്ല, സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരാറുണ്ട്. സാഹചര്യങ്ങൾ വഴിയായിട്ട് അവർ അസ്വസ്ഥപ്പെടാറുണ്ട്. കാലാവസ്ഥ വ്യതിയാനം അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ചേട്ടൻ വന്നു പറഞ്ഞു, ശരീരം മുഴുവനും വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ അധികം താമസിയാതെ ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ടുവന്ന് ചോദിച്ചു. ഡോക്ടറെ കണ്ടു. ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് പരിഹാരം നിർദ്ദേശിക്കാനില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങൾ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചിലരെ സംബന്ധിച്ച് രോഗങ്ങൾ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചിലരെ സംബന്ധിച്ച് സാമ്പത്തികമായ ബാധ്യതകളോ പ്രശ്നങ്ങളോ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചില വ്യക്തികൾ അവരുടെ മക്കളെക്കുറിച്ച് അസ്വസ്ഥപ്പെടാറുണ്ട്. മറ്റു ചിലർ മാതാപിതാക്കന്മാരെക്കുറിച്ച് അസ്വസ്ഥപ്പെടാറുണ്ട്. വേറെ ചിലരെ സംബന്ധിച്ച് ജീവിത പങ്കാളി ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുത്തുന്നവരാണ്. അപ്പോൾ വിവിധ തലങ്ങളിൽ, വിവിധ ജീവിത അന്തസ്സിൽ, സാഹചര്യങ്ങളിൽ പെട്ടുന്ന വ്യക്തികൾക്ക് പലപ്പോഴായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല. ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് പോലെ ആ വ്യക്തി പദ്ധതി രൂപപ്പെടുത്തിയിട്ട് അത് നടപ്പിലാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഒട്ടുമിക്ക അസ്വസ്ഥതകൾക്കും കാരണം. എനിക്കെപ്പോഴും സൗഖ്യം വേണം, ഞാനെപ്പോഴും ആരോഗ്യവാനാണ്, ഞാൻ ഒരിക്കലും ആശുപത്രി പോവുകയില്ല, മരുന്നൊന്നും കഴിക്കുകയില്ല, ഇങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായി എപ്പോഴും എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ചെറിയ രോഗം, ഒരു ചെറിയ ജലദോഷം അയാളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോവുകയും എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുകയും എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഒരുപക്ഷെ അനുഭവിക്കുന്ന സ്വസ്ഥത അതിന് നേരെ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിൽ ചില സംഭവിക്കുമ്പോൾ അയാൾ ആകെ അസ്വസ്ഥനാകുകയാണ്. അപ്പോൾ എൻ്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സാധാരണഗതിയിൽ ആൾക്കാർ, നമ്മളെല്ലാവരും സംതൃപ്തരാണ് എന്ന് പറയും. ഇനി നമ്മുടെ പദ്ധതികളാണോ ദൈവത്തിൻ്റെ പദ്ധതികളാണോ നിറവേറേണ്ടത്? അഗസ്തീനോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു, അങ്ങിൽ വന്ന് വിലയം പ്രാപിക്കുന്നവരെ. ജീവിതത്തിൻ്റെ എല്ലാവിധ സുഖങ്ങളോ ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങൾക്കും അടിമപ്പെട്ട് കഴിഞ്ഞ മനുഷ്യൻ, ഈ ലോകത്തിന് ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും, ലോകം വെച്ച് നീട്ടുന്ന എല്ലാ സന്തോഷവും അനുഭവിച്ച് കഴിഞ്ഞ ഒരു മനുഷ്യൻ. പക്ഷെ അതിലൂടെയൊന്നും അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടിയില്ല, അതിലൂടെയൊന്നും അദ്ദേഹത്തിന് മനസ്സ് സ്വസ്ഥമാക്കാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ ആ ആഗ്രഹം നിറവേറ്റി കഴിയുമ്പോൾ ഞാൻ സ്വസ്ഥതനാകും എന്ന ഒരു അബദ്ധധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപക്ഷെ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നത്. ഈ അധ്വാനം പരാജയപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അഗസ്തീനോസും അങ്ങനെ തന്നെ ഈ ലോകം വെച്ച് നീട്ടിയ എല്ലാവിധ സുഖങ്ങളുടെയും എല്ലാവിധ ആർഭാടത്തിൻ്റെയും എല്ലാവിധ ആഘോഷത്തിൻ്റെയും എല്ലാവിധ രസത്തിൻ്റെയും പുറകെ പോയ വ്യക്തിയാണ്. ആ മനുഷ്യൻ കരുതി തനിക്ക് സംതൃപ്തി ഉണ്ടാവുമെന്ന്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ദൈവത്തെങ്കിലേക്ക് ഒരു തിരിവെടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, അങ്ങിൽ വന്ന് വിലയം പ്രാപിക്കുന്നവരെ. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സ്വസ്ഥമാകണമെങ്കിൽ, നമ്മുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മൾ ദൈവത്തിലായിരിക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന്. ഒരിക്കൽ ഒരു ധ്യാന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. MBA കോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ അമ്മയും കൂട്ടിയാണ് വന്നത്. അമ്മയാണ് അവനെ കൂട്ടിക്കൊണ്ട് വന്നത്.
കാരണം അമ്മ പറഞ്ഞു 6 മാസമായിട്ട് ഇവൻ പള്ളി പോകുന്നില്ല, അപ്പം അച്ഛൻ ഉപദേശിക്കണം. അപ്പം അത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകാത്തത്? പള്ളിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ്? ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ഒരു കാര്യവും കിട്ടിയിട്ടില്ലേ? അല്ല, കുറേ കാര്യം കിട്ടി, പക്ഷെ ചിലത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, സഹോദര, നീ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ ദൈവം നിൻ്റെ വേലക്കാരനല്ല. നിൻ്റെ വേലക്കാരനാണ് ദൈവമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്തു തരും. അതുകൊണ്ട് നിനക്ക് പള്ളിയിൽ പോയിട്ട് നിനക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലേ, നീ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അതെന്നെ അച്ഛൻ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, നിനക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ദൈവം തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പള്ളിയിൽ പോകുന്നത്? നീ പള്ളിയിൽ പോകും വേണ്ട, പ്രാർത്ഥിക്കും വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് സമാപിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനേക്കൊരു മെസ്സേജ് വിട്ടു, അച്ഛൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ച് മെസ്സേജ് വിട്ടു, നീ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് അവനോട് പറഞ്ഞു. അതിനുശേഷം 2 മാസമായി ഒരിക്കൽ പോലും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു പ്രതീതി. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് തരാതിരിക്കുമ്പോൾ, ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് സംഭവിക്കാതിരിക്കുമ്പോൾ ദൈവത്തോടും എനിക്ക് അകൽച്ച തോന്നുകയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകും കാരണം എന്താണ്? ദൈവേഷ്ടപ്രകാരമല്ല പലതും ചോദിക്കുകയും പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവേഷ്ടപ്രകാരമല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പെട്ടുകഴിയുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ നിങ്ങൾ അതിനെ മറികടക്കണമെങ്കിൽ ദൈവത്തേക്ക് തന്നെ മടങ്ങി വരണം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചോദിച്ച എല്ലാ കാര്യം ദൈവം തന്നിട്ടില്ല. എന്നാൽ എപ്പോഴൊക്കെ നമ്മൾ ദൈവ ഐക്യത്തിലായിരിക്കുന്നുവോ, എപ്പോഴെല്ലാം നമ്മൾ ദൈവ അനുഭവത്തിലായിരിക്കുന്നുവോ, എപ്പോഴെല്ലാം നമ്മൾ ദൈവ ഇഷ്ടത്തിനനുസരിച്ച്, ഈശോ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അങ്ങനെ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അത് മാറിപ്പോകും. കാരണം ദൈവമാണ് അവിടെ ജീവിതത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ പോയി സ്ഥലമൊരുക്കി വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. അപ്പോൾ ഈശോ തന്നെ പറയുകയാണ്, ഈശോ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമല്ല ഈശോ ആയിരിക്കേണ്ട ഇടം. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയെന്ത്, ആയിരിക്കേണ്ട അവസ്ഥയെന്ത്? ഞാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥലമേത്, ആയിരിക്കേണ്ട സ്ഥലമേത്? അപ്പോൾ ഈശോ പറയുകയാണ്, നമ്മളാരും ഇവിടെയല്ല ആയിരിക്കേണ്ടത്. നമ്മളൊക്കെ ആയിരിക്കേണ്ട ഒരു ഇടമുണ്ട്. അതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. അവിടെ ധാരാളം വാസസ്ഥലമുണ്ട്. ഞാൻ പോയി അത് ഒരുക്കി കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ഈശോയ്ക്ക് തന്നെ അറിയാമായിരുന്നു, ഈശോ ഇപ്പോൾ ആയിരിക്കുന്നത് ഈശോ ആയിരിക്കേണ്ടടുത്തല്ല. ആയിരിക്കേണ്ടടുത്ത് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സംതൃപ്തനാകുക. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ഇടങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ, ചില സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും. ഇവിടെ അല്ല ഞാൻ വരേണ്ടത്, ഇതിലല്ല വരേണ്ടത്. പിന്നെ ചിലർ ജീവിതത്തെ മുഴുവൻ അങ്ങനെ കാണുന്നവരാണ്. ഈ കുടുംബത്തിലല്ല ഞാൻ വരേണ്ടത്, ഈ വിവാഹമല്ല എനിക്ക് നടക്കേണ്ടത്, ഈ ജോലിയല്ല എനിക്ക് ലഭിക്കേണ്ടത്, ഈ സ്കൂളിലല്ല എനിക്ക് ഞാൻ പഠിക്കേണ്ടത്, ഈ സ്ഥലത്തല്ല ഞാൻ പോകേണ്ടത്. ഇങ്ങനെ എന്തിനും ഏതിനും അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ ഈ താൽക്കാലികമായ ഈ ലോകത്തിൻ്റെതായ ധാരണയിലും ചിന്തയിലുമുള്ള അസ്വസ്ഥതകളാണ്. അപ്പം ഞാനും നിങ്ങളും അസ്വസ്ഥപ്പെടുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള വ്യാകുലത ഓർത്തിട്ടാണ്. ഞാനും നിങ്ങളും അസ്വസ്ഥപ്പെടുന്നത് ഈ ജീവിതത്തിൽ കിട്ടാതെ പോയതിനെക്കുറിച്ചാണ്. ഞാനും നിങ്ങളും അസ്വസ്ഥപ്പെടുന്നത് ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില തിക്താനുഭവങ്ങളാണ്, നെഗറ്റീവ് അനുഭവങ്ങളാണ്. ഈശോ പറയാണ്, അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് പിതാവിൻ്റെ ഭവനം, അവിടെ നിങ്ങൾക്കെല്ലാവർക്കും വാസസ്ഥലമുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയം സ്വസ്ഥമാകുക. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേടാൻ ശ്രമിക്കുന്നതും നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ മിക്കവാറും നമ്മുടെ ജീവിതത്തിന് ശാശ്വതമായ സ്വസ്ഥതയോ സമാധാനമോ തരുന്നതല്ല. അതുകൊണ്ട് ഞാൻ എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ എനിക്കും ഉള്ള സ്ഥലം സ്വന്തമാക്കാനാണോ ഞാൻ ജീവിക്കുന്നത്? അങ്ങനെ ആ ലക്ഷ്യവുമായിട്ട് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ നിത്യജീവൻ്റെ ഉടമയായി തീരേണ്ട ഞാൻ, ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന പിതാവിൻ്റെ ഭവനത്തിൽ എനിക്കുള്ള സ്ഥലം, എൻ്റെ വാസസ്ഥലം, അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി, അത് സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അതോ ഈ ഭൂമിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെതായി മാത്രം
മാറേണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ലോകം അതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും വല്ലാതെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഒരുപക്ഷെ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ എല്ലാവരും എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ലോക ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയുമാണ്. ഈശോ ഒരിക്കലും അതല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ഇവിടെ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ടാകും, ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ടാകും, ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ അതെല്ലാം ഈശോ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയമായ ഭവനത്തിൻ്റെ അവകാശികളായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടമല്ല, അത് ലാഭമാണ്. ഈ ലാഭക്കച്ചവടമാണ്, ഈ കണക്ക് കൂട്ടലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. മറിച്ച് ഈ ലോകത്തിൻ്റെതായ മാനദണ്ഡം വെച്ചുള്ള കണക്ക് കൂട്ടുകളിലും ലാഭനഷ്ടങ്ങളിൽ പെട്ട് ഉഴലുന്ന എൻ്റെ മനസ്സ്, നമ്മുടെ മനസ്സ് മിക്കവാറും അസ്വസ്ഥമാണ്. കാരണം ഇവിടുത്തെ ലാഭമാണ് നമ്മൾ ലാഭമായിട്ട് കണക്കാക്കുന്നത്. ഇവിടുത്തെ നേട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് നമ്മൾ കരുതുന്നത്. അതല്ല എന്നാണ് ഈശോ കൂടെ പ്രത്യേകിച്ച് തൻ്റെ ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ തൻ്റെ ശിഷ്യന്മാരോടും അതിലൂടെ നമ്മളോടും സംസാരിക്കുന്നത്. ഏതോ ഒരു ഫിലിപ്പീൻസിലെ ഒരു മെത്രാൻ പ്രാർത്ഥിച്ചായി കേട്ടിട്ടുണ്ട്, ഓ ലോഡ് പ്ലീസ് ഡിസ്റ്റർബ് മീ. ദൈവമേ എന്നെ അസ്വസ്ഥനാക്കണമേ. ഒരുപക്ഷെ ഞാനും നിങ്ങളും പലപ്പോഴും സ്വസ്ഥരായിട്ട് ജീവിക്കുകയാണ്. എങ്ങനെ? ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്ന വിജയം നേടിക്കഴിയുമ്പോൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ക്രമപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും സ്വസ്ഥരാണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകുന്നില്ല? ഈ മെത്രാൻ എന്നെ അസ്വസ്ഥനാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ ലോകത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ്, ഈ ലോകത്തിൻ്റെ പീഡനങ്ങൾ കൊണ്ടുകൊണ്ടാണ്, ഈ ലോകത്തിൽ തിന്മയുടെ ആധിക്യം കണ്ടുകൊണ്ടാണ്, ഈ ലോകത്തുള്ള പാപത്തിൻ്റെ ആധിപത്യം കണ്ടുകൊണ്ടാണ്. ദൈവമേ അതൊക്കെ എന്നെ ശല്യപ്പെടുത്തട്ടെ. കാരണം ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി, ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ദൗത്യം മറന്നുപോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സുഖവും സന്തോഷവും സമാധാനവും സൗഭാഗ്യമൊക്കെ ഇവിടെ അനുഭവിച്ചു തീരും. ബാക്കിയൊന്നും അയാളെ ബാധിക്കുന്നില്ല. അടുത്ത വീട്ടിലെ ഒരു കുടുംബത്തിലെ പ്രശ്നം അയാളെ ബാധിക്കുന്നില്ല. മറ്റൊരു വ്യക്തിയുടെ ആത്മീയമായ അധപതനം അയാളെ ബാധിക്കുന്നില്ല. സ്വന്തം കുടുംബത്തിലെ പോലും പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, ആധിപത്യങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. എനിക്ക് ഇവിടെ സ്വസ്ഥതയുണ്ട്, എനിക്ക് ഇവിടെ സുഖമുണ്ട്. ഈശോ പറയുന്ന സ്വസ്ഥതയും ഈശോ പറയുന്ന സമാധാനവും ഈശോ പറയുന്ന സന്തോഷവും അതല്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈശോ വീണ്ടും വരുമെന്ന് പറയുന്നത്. വീണ്ടും വരുമ്പോഴാണ് യഥാർത്ഥമായ സ്ഥലത്തേക്ക് ഈശോ കൊണ്ടുപോകാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്. ഈ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ഈശോയെ വിചാരണ ചെയ്യുമ്പോൾ നിൻ്റെ രാജ്യമേത് എന്ന ചോദ്യത്തിന് ഈശോ വളരെ കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. പീലാത്തോസ് പറഞ്ഞു, നീ യഹൂദനല്ലേ? നിൻ്റെ ജനങ്ങളും പുരോഹിതന്മാരുമാണ് നിന്നെ ഏൽപ്പിച്ചെന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. ഈശോയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഈശോയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഈ ഭൂമിയിൽ ഈ ലോകത്ത് രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിൻ്റെ മേലെ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ സ്വാഭാവികമായ പ്രവണതകളെയും ആകർഷണങ്ങളെയും മറികടന്നുകൊണ്ട് ഐഹികമല്ലാത്ത നിത്യമായ തൻ്റെ രാജ്യത്തിലേക്ക്, തൻ്റെ പിതാവിൻ്റെ കൂടിയുള്ള ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം ഈശോയ്ക്ക്. അതാണ് ഈശോയുടെ വരവിൻ്റെയും തിരിച്ചുപോക്കിൻ്റെ അർത്ഥം. അങ്ങനെ ഈശോ മാത്രമല്ല, സകല ജനതയും അവനിലൂടെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്, നിത്യതയുടെ അനുഭവത്തിലേക്ക് പിതാവ് ഓരോ വ്യക്തിക്ക് വേണ്ടിയും അവിടെ അനാദി മുതൽ ഒരുക്കി വച്ചിരിക്കുന്ന ആ സൗഭാഗ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും എത്തണം. അവരെ എത്തിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിൻ്റെതായ ചില നിലപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ചില സാമൂഹ്യ തിന്മകൾക്കും അന്ന് നിലനിൽക്കുന്ന ചില അനീതിക്കുമെതിരായിട്ട് ഈശോ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിലും അതല്ല ഈശോ പൂർണ്ണമായ അർത്ഥത്തിൽ വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യം. അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിവിടെ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു, അതിവിടെ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പിന്നീട് അത് നിത്യയിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉയർത്തപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനെ ബാധിക്കാതെ നിൽക്കുന്നു.
ഫ്രാൻസിസ് അസീസിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ സഹോദരൻ ലിയോ ചോദിക്കുന്നുണ്ട്, അങ്ങ് എങ്ങനെയാണ് ഉയർന്നു നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളെയും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥയ്ക്ക് കാരണം. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നതും ഈശോ നമ്മളെ വെല്ലുവിളിക്കുന്നതും. അത് മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, എന്നിലുള്ള വിശ്വാസമാണ്. എന്താണ് നിത്യജീവൻ എന്ന ചോദ്യത്തിന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് കൊടുക്കുന്ന മറുപടി ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ക്രിസ്തുവിലുള്ള ജീവിതമാണ് സ്വർഗത്തിൽ പിതാവിനോടൊപ്പമുള്ള ജീവിതമായി നിത്യജീവിതമായി വളരുന്നതെങ്കിൽ അതേ ജീവിതം ആരംഭിക്കുക ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പം ഈ ഭൂമിയിൽ വന്ന ഈശോ, ഈ ഭൂമിയിൽ ജീവിച്ച ഈശോ, ഈ ഭൂമിയുടെ തലങ്ങളെ സ്പർശിക്കുന്ന ഈശോ ഇതിന് മുഴുവനും മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഇതിലേക്ക്, അല്ല പിതാവിൻ്റെ ആ സ്വഭാവത്തിലേക്ക്, സ്വർഗത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും മനുഷ്യകുലത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അല്ലെ അതിനുവേണ്ടിയാണ് ഈശോ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള അവൻ്റെ മേലുള്ള പീഡനങ്ങളോ അവനുള്ളായ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ദാരിദ്ര്യമോ ഭവനമില്ലായ്മയോ ഒന്നും ഈശോയെ ബാധിച്ചിട്ടില്ല, ഈശോയെ സ്വാധീനിച്ചിട്ടില്ല. കാരണം സഞ്ചാരിയാണ്, ഒരു തീർത്ഥാടകനാണ്, നടന്നു പോവുകയാണ്, ഒന്നിൻ്റെ മേലെ അവകാശം സ്ഥാപിച്ചിട്ടില്ല. മനുഷ്യൻ എപ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് ഉയരുന്നുവോ, എൻ്റെ നിങ്ങളുടെ മനസ്സ് എപ്പോൾ ഈ ഒരു തലത്തിലേക്ക് വളരുന്നുവോ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സാധാരണ ഇത് സംഭവിക്കുന്ന അസ്വസ്ഥതകൾ അപ്രത്യക്ഷമാകുന്നു. അസ്വസ്ഥതകൾ ഒന്നും അല്ലാതായി മാറുന്നു. നേരെ തിരിച്ച് നമ്മൾ ഈ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പിതൃഭവനത്തിൻ്റെ അവകാശം നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ, ഞാൻ ഈ മണ്ണിൻ്റെ അവകാശം മാത്രം, മണ്ണ് എൻ്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അപ്പം അതുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ, അധ്വാനത്തിൽ, സാഹചര്യങ്ങളിൽ വരുന്ന അസ്വസ്ഥതകളെ മറികടക്കണമെങ്കിൽ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവൻ്റെ രണ്ടാമത്തെ വരവിലേക്ക് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യതയുടെ അവകാശി ആണ് ഞാനെന്ന ബോധ്യമുണ്ടാകണം. ഈ ഒരു വലിയ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ചെറിയതായ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വേണ്ട എന്ന് വെക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അത് ഈശോ വലിയൊരു വാഗ്ദാനമാണ്. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവ് വീണ്ടും വരും, എന്നെങ്കിലും തങ്ങളുടെ അടുത്തേക്ക് വരും എന്ന ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മരണാനന്തരമായ ഈശോയുടെ വരവിലൂടെ അത് സാധിക്കുകയും അവിടുത്തെ വാഗ്ദാനത്തിൽ അവിടുന്ന് വിശ്വസ്തനായിരുന്നു എന്ന് അവിടത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈശോയുടെ വീണ്ടുമുള്ള വരവ്, പിന്നീട് ഉദ്ധാനം ചെയ്ത ഈശോയുടെ വരവ്, അത് ഈശോയുടെ വാഗ്ദാനത്തിന് പൂർത്തീകരണം മാത്രമല്ല, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ നഷ്ടങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും മറികടക്കുവാനുള്ള അവസരമായിട്ട് ശിഷ്യന്മാർക്ക് തോന്നി. ഇതുതന്നെയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, നമുക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുന്നില്ലെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറ്റും എന്നൊന്നുമല്ല. പക്ഷേ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം തിക്താനുഭവങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചാലും ഈ ഒരു വലിയ പ്രത്യാശ അവൻ വീണ്ടും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഉറപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും മറികടക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്വസ്ഥരാകും, നമ്മുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും, നമ്മുടെ ജീവിതം സ്വസ്ഥമായിരിക്കും, നമ്മുടെ ബന്ധങ്ങൾ സ്വസ്ഥമായിരിക്കും, നമ്മുടെ കുടുംബം സ്വസ്ഥമായിരിക്കും, നമ്മുടെ സമൂഹം സ്വസ്ഥമായിരിക്കും. ഈശോയുടെ ഈ വാഗ്ദാനത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.